മലയാളത്തിലൊക്കെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ മറ്റുള്ളവരുടെ ദേഷ്യം വിറ്റ് കാശാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ല ഇത് ഞാൻ അല്ല ആ ദേഷ്യമാണ് അശ്വന്തിന്റെ റിവ്യൂ കാണാൻ കയറുന്നത് ഇവൻ എന്താ പറഞ്ഞേക്കണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശത്രുക്കളായിരിക്കും മെജോറിറ്റി കാണാൻ ചിലപ്പോൾ കയറുന്നത്. പകുതിക്ക് മുകളിൽ ചിലപ്പോൾ അവരായിരിക്കും ഇവൻ എന്തായിരിക്കും നമ്മുടെ പടത്തിനെ പറ്റി പറഞ്ഞേക്കണേ. അല്ല അത് മനഃപൂർവ്വം വിറ്റ് കാശാക്കുന്നില്ല, കാശ് വരുന്നതാണ് സംഭവം. ഞാനതൊരു അലങ്കാരികമായിട്ട് മനസ്സിലായി. ഈ അതുപോലെ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പം മോഹൻലാൽ എന്നൊരു പേര് പറയുമ്പോഴും എപ്പോഴും പറയും ഇങ്ങനെ മോഹൻലാൽ എന്ന് പറയും. ഡിക്യു എന്ന് പറയുമ്പോൾ തീർക്കാൻ പറ്റും തീർക്കട എന്ന് പറയും. ഷൈൻ ഡോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ആവശ്യം എന്താണ്? അവരെ ശരിക്കും പേഴ്സണലി വ്യക്തിഗത ചെയ്യുന്നതല്ലേ? ഏതെങ്കിലും സിനിമകൾ അങ്ങനെ പറഞ്ഞു മിമിക്രി കൂടെ നിരോധിക്കേണ്ടി വരും. കാരണം മിമിക്രിക്കാർ എന്താ കാണിക്കുന്നത്? മരിച്ചു പോയ ആൾക്കാരെ കാണിക്കുന്നുണ്ട്. ജയനെയും സത്യനെയും അവരെ കളിയാക്കുന്നില്ലല്ലോ. പിന്നെ കളിയാക്കല്ലാതെ അശ്വന്തൊക്കെ അവരുടെ ഒരു ഏതെങ്കിലും ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് ഒരു ഡയലോഗ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഡയലോഗ് തന്നെയല്ലേ പാളിപ്പോയ സാധനം എടുത്ത് പറയുന്നതല്ല. പാളിപ്പോയത് നമുക്ക് കുഴപ്പമില്ല, അത് നമുക്ക് പറയാൻ കുഴപ്പമില്ല. കാരണം അത് അവര് പറഞ്ഞിട്ടുള്ള ഡയലോഗ് തന്നെയല്ലേ. അല്ലാതെ പക്ഷെ അത് പ്രയോഗിക്കുന്ന അസ്ഥാനത്തല്ല, അത് ഫ്ലോയിൽ അവരെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്.